തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ ചെഞ്ചേരിയിലെ അയ്യർത്തല വീട്ടിൽ ആർ മാധവൻ പിള്ളയുടെയും ചെല്ലമ്മ പിള്ളയുടെയും ഇളയ മകൻ എം കൃഷ്ണൻ നായർ എൻ്റെ അച്ഛൻ. മലയാള സിനിമയ്ക്ക് ഇന്നത്തെ സാങ്കേതിക തികവും സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് പ്രതിഭ കൊണ്ട് മാത്രം വിജയം വരിച്ച നിരവധി ചെറുപ്പക്കാരൻ, പ്രേം നസീറും മധുവും സത്യനുമൊക്കെ ജ്വലിച്ചു നിന്ന ആ പഴയ കാലത്ത് പ്രതിഭ കൊണ്ട് സംവിധായകൻ്റെ മേലങ്കി അണിഞ്ഞ ചെറുപ്പക്കാരനാണ് എം കൃഷ്ണൻ നായർ. 100-ൽ പരം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. മലയാളവും തമിഴും തെലുങ്കും ഉൾപ്പെടെ നിരവധി വിജയങ്ങൾ കൊയ്ത ആ സംവിധായകൻ ഇന്നും മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് വിസ്മയം സൃഷ്ടിച്ച ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ, കവിയും ഗാനരചയിതാവുമായ ശ്രീ കെ ജയകുമാർ. അദ്ദേഹം IAS ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാനത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കലാജീവിതവും ഭംഗിയായി നിർവഹിക്കുന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എം കൃഷ്ണൻ നായർ എന്ന ആ സംവിധായക പ്രതിഭ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പലപ്പോഴും നാം പറഞ്ഞിട്ടുമുള്ളതാണ്. സാറ് എങ്ങനെയാണ് അദ്ദേഹത്തെ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ സംവിധായകനായ എം കൃഷ്ണൻ നായരെ വിലയിരുത്തുന്നത്? എൻ്റെ അച്ഛൻ എന്നുള്ള ഒരു നില മാറ്റി നിർത്തി അദ്ദേഹത്തെ ഞാനൊരു സംവിധായകനായി വിലയിരുത്തുകയാണ് എങ്കിൽ, സാങ്കേതിക തികവ് കൊണ്ട് മലയാള സിനിമയ്ക്ക് കുറേ സംഭാവനകൾ ചെയ്ത ഒരാൾ എന്ന് തീർച്ചയായിട്ടും ഞാൻ വിലയിരുത്തും. അദ്ദേഹം ഒരു മലയാള സിനിമാ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചിത്രങ്ങൾ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന അത്തരത്തിലുള്ള ചിത്രങ്ങളെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. ഒരു കാവ്യമേളയോ അല്ലെങ്കിൽ ഒരു കാട്ടുതുളസിയോ ഒരു അഗ്നിപുത്രിയോ ഒക്കെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. പക്ഷെ അദ്ദേഹം എടുത്തിട്ടുള്ള ചിത്രങ്ങളുടെ എണ്ണവുമായി നോക്കുമ്പോൾ ഇത് അത്ര വലിയ ഒരു എണ്ണമായി നമുക്ക് തോന്നുകയില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിൽ സാമ്പത്തിക വിജയമുണ്ടാക്കുക എന്നതാണ് മുഖ്യധാര ചലച്ചിത്രത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ആധാരം. അന്നും ഇന്നും അതുതന്നെയാണ് ആധാരം. ആ കാലത്ത് വിജയിക്കുന്ന ചിത്രങ്ങൾ, എൻ്റർടൈൻമെൻറ്റ് ചിത്രങ്ങൾ, അവ ഇന്നത്തെ നിലയ്ക്കൊരു വൾഗാരിറ്റിയിലേക്കൊന്നും പോകാതെ നല്ല എൻ്റർടൈൻമെൻറ്റ് മൂല്യമുള്ള ചിത്രങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതിനെപ്പറ്റി തികഞ്ഞ അവഗാഹമുണ്ടായിരുന്ന ഒരു സംവിധായകനായിരുന്നു അദ്ദേഹം. വളരെ ഇക്കണോമിക്കലായിട്ട് ചെലവ് ചുരുക്കി പണമെടുക്കുന്ന കാര്യത്തിലുള്ള നൈപുണ്യം, ഇതൊക്കെ എക്കാലത്തും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അത് ഓർമ്മിക്കുന്നത്. ഒരു സംവിധായകൻ്റെ ഒരു ചിത്രത്തെപ്പറ്റി ഒരു ന്യൂസ് വന്നപ്പോൾ 120 റോൾ എക്സ്പോസ് ചെയ്തു ഒരു സംവിധായകൻ എന്ന് പത്രത്തിൽ ഇങ്ങനെ എഴുതി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അയാൾക്ക് വിവരമില്ലെന്നാണ് അർത്ഥം. കാരണം ഒരു 10, 30, 40 റോൾ കൊണ്ട് തീർക്കേണ്ട ഒരു സംഗതി 120 റോൾ കത്തിച്ച് കളഞ്ഞു എന്നുള്ളതൊരു മികവായി അച്ഛൻ കരുതിയില്ല ഒരിക്കലും. ഏറ്റവും ഇക്കണോമിക്കലായിട്ട് പ്രൊഡ്യൂസർക്ക് നാശം വരാത്ത രീതിയിൽ, നഷ്ടം വരാത്ത രീതിയിൽ പടമെടുക്കണം എന്ന് ശാഠ്യം പിടിച്ചിരുന്ന സാങ്കേതിക തികവുള്ള ഒരു സംവിധായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ CID വരുന്നത് അദ്ദേഹത്തിന് 30 വയസ്സ് തികയുന്നതിന് മുമ്പാണ്. ആദ്യ സിനിമ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അതിന് മുമ്പ് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ, ചില ഭാഗ്യങ്ങളും യാദൃച്ഛികതകളും അദ്ദേഹത്തെ സംവിധായകനാക്കിയതാണോ, അതെ തീവ്രമായ ആഗ്രഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചൊരു വിജയം ഉണ്ടാക്കിയതാണ്? ഇത് രണ്ടും ശരിയാണ്. ഒന്ന്, തീവ്രവും തീക്ഷ്ണവുമായിട്ടുള്ളൊരാഗ്രഹം, സംവിധായകനാവുക എന്നുള്ളത് തൻ്റെ നിയോഗമായി സ്വയം ഏറ്റെടുത്ത് സ്വയം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ കൊച്ച് പിന്നെ പേപ്പറിലൊക്കെ ഡയറക്ടർ എം കൃഷ്ണൻ നായർ എഴുതി ഇങ്ങനെ ടോർച്ചിൻ്റെ മുമ്പിൽ വെച്ച് ചുവരിലടിച്ച് കാണിക്കും, അതായത് ഭാവിയിൽ ഇങ്ങനെ വരാൻ പോകുന്നത് കണ്ടിട്ട്. അപ്പോൾ സിനിമാ സംവിധായകനാവുക എന്നത് തൻ്റെ നിയോഗമായി
കണ്ടെത്തിയ ആളായിരുന്നു. വളരെ കുട്ടിയിലെ വളരെ കുട്ടിക്കാലത്ത് തന്നെ പഠിത്തത്തിലൊക്കെ വളരെ മോശമായിരുന്നു. ഫിഫ്ത്ത് ഫോറം ഒക്കെ ആയപ്പോൾ തന്നെ അപ്പം തന്നെ ഈ ലഹരി വന്നിട്ട് ഈ പിന്നെ സിനിമയുടെ ഒരു ഹരം വന്നിട്ട് അന്നിവിടെ ചിത്ര തിയേറ്റർ ഉള്ള സമയമാണ്. അപ്പോൾ ദ ഗ്രേറ്റ് ട്രെയിൻ റോബറി, അപ്പോൾ അച്ഛൻ തന്നെ പിന്നീട് പിൽക്കാലത്ത് വയസ്സായപ്പോഴൊക്കെ വളരെ തമാശയായിട്ട് ഞങ്ങളോട് പറയുമായിരുന്നു. ദ ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്നുള്ള സിനിമ ഇവിടെ 3 മാസമോ 4 മാസമോ അന്ന് ആ സിനിമ കളിച്ചു. മോർണിംഗ് ഷോ, പിന്നെ മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, അങ്ങനെ 4 ഷോയും എല്ലാ ദിവസവും, ഒരു ദിവസമല്ല, അങ്ങനെ ഈ പടം കളിച്ച് 3 മാസവും ഈ 4 ഷോയും കണ്ട ആളാണ് അച്ഛൻ. അതിനുള്ള കാശ് വേണ്ടത്ര ഇല്ല, പലതരത്തിലും കാശ് ഒപ്പിച്ച് കാണും. അവസാനം അവിടുത്തെ വാച്ച്മാൻ പറഞ്ഞ് ഇനി കുട്ടി പൈസ തരണ്ട, രാവിലെ വന്ന് കയറിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞതായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എന്നതൊരു ഒബ്സെഷനാണ്. പക്ഷെ നമുക്ക് എത്ര ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കൊള്ളണമെന്നില്ല. മിക്കവാറുമൊക്കെ നടക്കും, പക്ഷേ എങ്കിലും നമുക്ക് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാഗ്യത്തിൽ, നമ്മുടെ വിധിയിലൊക്കെ അനുകൂലങ്ങളായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവണം. അച്ഛനെ സംബന്ധിച്ചിടത്തോളം മെരിലാൻഡ് സ്റ്റുഡിയോയുമായിട്ടുള്ള ബന്ധം, ശ്രീ സുബ്രഹ്മണ്യവുമായിട്ടുള്ള പരിചയം, അവിടെ അച്ഛനാദ്യം ക്യാമറ അസിസ്റ്റൻ്റായിട്ടാണ് ആദ്യം പോയത്. പിന്നെ ക്യാമറയിൽ നിന്ന് പതുക്കെ സംവിധാനത്തിലേക്ക് വന്നു. മന്ത്രവാദി എന്നുള്ളൊരു സിനിമ അച്ഛൻ തന്നെ ഏതാണ്ട് പൂർണ്ണമായി എടുത്തതാണ് എന്ന് പറയാറുണ്ട്. അത് സുബ്രഹ്മണ്യത്തിൻ്റെ പേരിലാണ് പടം വന്നതെങ്കിലും ഏതാണ്ട് ഒരു ഫുൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് തന്നെ അച്ഛൻ വർക്ക് ചെയ്ത പടമാണ്. പിന്നെയാണ് CID എന്നുള്ള പടം വരുന്നത്. അപ്പോൾ മെരിലാൻഡുമായിട്ടുള്ള ബന്ധത്തിൽ CIDയും പിന്നീട് അനിയത്തിയും എടുത്തെങ്കിലും പിന്നെ കുറേ കാലത്തേക്ക് പടങ്ങളുണ്ടായില്ല. പിന്നെ അച്ഛനങ്ങ് മദ്രാസിലേക്ക് പോയി. അവിടെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നത്തെ തമിഴ് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സുമായിട്ടൊക്കെ അറിയാനും പരിചയപ്പെടാൻ ഒരു സ്ട്രഗിളാണ്. ഒരു ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിൽ നിന്നുകൊണ്ട് താൻ ആഗ്രഹിച്ച ഒരു മേഖലയിൽ എത്തിപ്പെടണം, അവിടെ പ്രശസ്തനാകണം എന്ന് വിചാരിച്ച ഒരു ധൈര്യശാലി കൂടിയാണ് അച്ഛനെന്ന് പറയണം. ഞങ്ങൾക്ക് കുറച്ച് ഭൂസ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് കുടുംബത്തെ പോറ്റാൻ അതൊന്നും പോരാ. പക്ഷേ എങ്കിലും തൻ്റെ ഉള്ളിലെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി പിന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പ്രകൃതം, ആ ഒരു നിശ്ചയദാർഢ്യം തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിത വിജയത്തിലുണ്ടായിരുന്നു എന്ന് കാണാം. ഈ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്ന ഒരു പീരീഡ്, ആദ്യ സിനിമ വരുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിരുന്നെങ്കിലും ആ സമയത്തായിരുന്നല്ലോ വിവാഹം. അതെ. അപ്പോൾ ഈ വിവാഹം കഴിച്ചതിന് ശേഷം ഇദ്ദേഹം ആദ്യ സിനിമ ചെയ്തു. പിന്നീട് കുറച്ചു കാലം സിനിമ ഇല്ലാതിരുന്നു, 2-3 സിനിമ കഴിഞ്ഞിട്ട്. ഈ വിവാഹ ജീവിതം അദ്ദേഹത്തെ എപ്പോഴെങ്കിലും മടക്കി വിളിക്കുകയോ അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയോ ഭാര്യ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയോ അലട്ടുകയൊക്കെ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വളരെ നേരത്തെ തന്നെ വിവാഹിതനായ ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ കുടുംബം ഒരു തടസ്സമായി ഒരിക്കലും നിന്നതായി എനിക്ക് തോന്നുന്നില്ല. അതേസമയം തന്നെ കുടുംബത്തെ അവഗണിച്ചുകൊണ്ട് പിന്നെ ജീവിച്ച ആളുമല്ല. 60കളിലും 70കളിലുമൊക്കെ വളരെ തിരക്കുള്ള പ്രശസ്തനായ വളരെ വിജയിച്ച സംവിധായകനായി മദ്രാസിൽ ജീവിക്കുമ്പോഴും കുടുംബത്തെ വിട്ട് അദ്ദേഹം ഒരിക്കലും മുമ്പോട്ട് പോയില്ല എന്ന് മാത്രമല്ല, കുടുംബത്തിന് വേണ്ടി തന്നെയാണ് ജീവിച്ചത്. അദ്ദേഹത്തിന് മറ്റ് ചില പെറ്റ് ധാരണകളുണ്ടായിരുന്നു. അത് അന്നത്തെ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. കുടുംബം എപ്പോഴും ഒരു ആങ്കർ പോലെ ജീവിതത്തെ പിന്നെ അതിനൊരു സ്റ്റെബിലിറ്റി കൊടുക്കാനുണ്ടായെങ്കിൽ മാത്രമേ ആർക്കും വിജയിക്കാൻ സാധിക്കൂ എന്ന് പോലും അദ്ദേഹം ധരിച്ചിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ മദ്രാസിലേക്ക് കുടിയേറി പാർക്കാനോ അവിടെ പഠിപ്പിക്കാനോ അവിടെ വീട് വയ്ക്കാനോ ഒന്നും അച്ഛൻ തയ്യാറായില്ല. ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് അടുത്തുള്ള മണ്ണന്തലയുള്ള സ്ഥലത്ത് തന്നെ പുതിയ വീട് വെച്ചു. അപ്പോൾ കിട്ടുന്നതൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതെല്ലാം പറിച്ചുകൊണ്ട് പോയി മദ്രാശിയിലെ ഒരു സിനിമയുടെ പിന്നാലെ പോകാൻ ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചില്ല. സിനിമയിലെ പ്രശസ്തിയും വരുമാനവുമെല്ലാം താൽക്കാലികമാണ് എന്ന് ഒരുപക്ഷെ ഏറ്റവും വിജയത്തിൽ നിൽക്കുമ്പോഴും തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു അച്ഛൻ. അതുകൊണ്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഈ തിരിച്ചറിവുണ്ടായിരുന്നു. ഈ കാണുന്ന പ്രശസ്തി, ഈ കാണുന്ന ധനം, ഈ കാണുന്ന ഗ്ലാമർ, ഇതൊക്കെ പിന്നെ അതൊക്കെ പോകും. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കുടുംബം, മക്കൾ, ഇതൊക്കെ വളരെ പ്രധാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഫാമിലി വാല്യൂസ് സൃഷ്ടിക്കുന്നതിന് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് പിന്നെ കളികളുണ്ടെന്നൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. അന്നും കൊച്ചു കൊച്ചു കളികളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ ഒരു കളിയിലും പെടാത്ത ഒരാളായിരുന്നു അച്ഛൻ.